നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ടാണ് നോക്കുന്നത്. കൂടാതെ ഹീറോ മോട്ടോകോപ്പിൻ്റെയും TVS മോട്ടോഴ്സിൻ്റെ ഒരു കമ്പാരിസൺ കൂടി നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ വാർത്ത ഇപ്രകാരമാണ്: ഏപ്രിലിൽ ഇരുചക്ര വാഹന വിൽപ്പനയിൽ 17% ഇടിവ്. ഒരു വർഷത്തെ ഏറ്റവും വലിയ ഇടിവാണിത്. 2024 ഏപ്രിലിനെ അപേക്ഷിച്ച് 2025 ഏപ്രിലിൽ വിൽപ്പനയിൽ 17% ഇടിവാണ് വന്നിരിക്കുന്നത്. കമ്പനികൾ ഉയർന്ന കിഴിവുകൾ വാഗ്ദാനം ചെയ്തിട്ടും ഒരു വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇടിവിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ വാഹന ഉത്സവ സീസണുകളിൽ ഡിമാൻഡ് ദുർബലമാകുന്നു. ഗ്രാമീണ മേഖലകളിൽ വിൽപ്പന മികച്ചതായിരുന്നു, പക്ഷേ നഗര ഡിമാൻഡ് ദുർബലമായി എന്നതും ഒരു കാരണമാണ്. ഇനി കമ്പനികൾ തിരിച്ചുള്ള നമുക്ക് ഏപ്രിൽ മാസത്തെ വിൽപ്പന നോക്കിയാൽ അറ്റകുറ്റപ്പണികൾക്കായി ഉൽപ്പാദനം നിർത്തിയതിനാൽ ഹീറോ മോട്ടോകോർപ്പ് ഏകദേശം 43% ഇടിവാണ് ഈ ഏപ്രിൽ മാസത്തിൽ നേരിട്ടത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ 17 മുതൽ 19 വരെ ഹീറോ മോട്ടോകോർപ്പിൻ്റെ യൂണിറ്റുകൾ അടച്ചിട്ടതാണ് അതിന് കാരണമായത്. ഇന്ത്യയിലെ മുൻനിര ഇരുചക്ര വാഹന കമ്പനിയായ ഹോണ്ട കഴിഞ്ഞ മാസം 12% വിൽപ്പനയിലുള്ള ഇടിവാണ് നേരിട്ടത്. എന്നിരുന്നാലും TVS, സുസുക്കി, റോയൽ എൻഫീൽഡ് എന്നിവ പോസിറ്റീവ് വളർച്ചയാണ് കൈവരിച്ചത്. TVSൻ്റെ ഇലക്ട്രോണിക് വാഹനങ്ങൾ 59% വർധനവാണ് കാണിച്ചത്. ഇനി എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളുടെയും ഏപ്രിൽ മാസത്തെ സെയിൽസിലേക്ക് നമുക്കൊന്ന് വരാം. അതിനു മുന്നേ ആയി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇവിടെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. അത് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ടെലഗ്രാം ഗ്രൂപ്പിൽ കൊടുക്കുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിൻ്റെയും അപ്ഡേറ്റുകൾ നമ്മൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകാറുണ്ട്. ഏതൊക്കെ സ്റ്റോക്കുകളാണ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് നന്നായി പെർഫോം ചെയ്യുന്നത്, ഏതൊക്കെ സ്റ്റോക്കുകളാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ പറയാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കമൻറ്റ് ബോക്സിലെ ലിങ്ക് വഴിയും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ പറഞ്ഞതുപോലെ ഓരോ കമ്പനികളുടെയും സെയിൽസ് നോക്കിയാൽ ഏപ്രിൽ മാസത്തിൽ ഹീറോ മോട്ടോകോപ്പിൻ്റെ സെയിൽസിൽ 43% ഇടിവാണ് വന്നിരിക്കുന്നത്. ഹോണ്ട എന്ന കമ്പനിയുടെ സെയിൽസിൽ 12% ഇടിവും, TVS മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ 7% വർധനവും, സുസുക്കിയുടേതിൽ 8% വർധനവും, റോയൽ എൻഫീൽഡിൻ്റേതിൽ 1% വർധനവുമാണ് കാണുന്നത്. ബജാജ് ഓട്ടോ 13% ഇടിവുമാണ് രേഖപ്പെടുത്തിയത്. ഇനി ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഹീറോ മോട്ടോകോർപ്പും TVS മോട്ടോഴ്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇപ്പോൾ ഏത് കമ്പനിയാണ് സമീപകാലങ്ങളിലായിട്ട് നന്നായി പെർഫോം ചെയ്യുന്നതെന്നും അവരുടെ റിസൾട്ടുകൾ കൂടി നമ്മൾ പരിഗണിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഹീറോ മോട്ടോകോപ്പിലേക്കാണ് വരുന്നത്. Q4 പ്രോഫിറ്റായി വന്നിരിക്കുന്നത് 1016 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 859 കോടി രൂപയായിരുന്നു പ്രോഫിറ്റായി വന്നത്. 18% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ കമ്പനി രേഖപ്പെടുത്തിയത്. പക്ഷേ എസ്റ്റിമേറ്റുകളേക്കാൾ ബിലോ ആയിട്ടാണ് ഇപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അത് ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. ഇനി TVS മോട്ടോഴ്സിലേക്ക് വന്നാൽ 852 കോടി രൂപയായിട്ടാണ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയത്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 76% വർധനവാണ് വന്നിരിക്കുന്നത്. എബോവ് എക്സ്പെക്റ്റേഷൻ ആയിട്ടായിരുന്നു റിസൾട്ടുകൾ പുറത്തു വന്നത്. തികച്ചും പോസിറ്റീവ് തന്നെയാണ്. ഇനി TVS മോട്ടോഴ്സിൻ്റെ റവന്യൂയിലും 17% വർധനവും കമ്പനി രേഖപ്പെടുത്തി. അതായത് ഇപ്പോഴത്തെ ഈ സമീപകാല റിസൾട്ടുകളും പിന്നെ ഈ വാർത്തയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ TVS മോട്ടോഴ്സിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് ചാർട്ട് കൂടി ഒന്ന് നോക്കുകയാണെങ്കിൽ TVS മോട്ടോഴ്സിൽ ഇനി അടുത്ത ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 2959 രൂപയാണ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇനി കൂടുതൽ ഉയരങ്ങൾ നമുക്ക് TVS മോട്ടോഴ്സിൽ പ്രതീക്ഷിക്കാവുന്നതുമാണ്. ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 2400, 2500 ലെവലുകളൊക്കെ ആവാൻ സാധ്യതയുണ്ട്. ഇവിടെ നമ്മൾ നമ്മുടെ വ്യൂസ് മാത്രമാണ് പറയുന്നത്. ഒരിക്കലും ഇത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.